എല്ലാവർക്കും ഉത്തരായനത്തിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. അറിവുകൾ എന്നും മനുഷ്യനൊരു കൗതുകമാണ്. നമ്മൾ അറിഞ്ഞതൊന്നുമല്ല, ഇനി അറിയാനുള്ളതോ എത്രയോ അധികം. വരൂ അറിവിൻ്റെ ലോകത്തേക്ക്. മനുഷ്യനേത്രങ്ങൾ 576 മെഗാ പിക്സൽ ക്ലാരിറ്റിയുള്ള ഒരു സൂപ്പർ ക്യാമറയാണ് എന്ന് പറയാം. അതിന് 10 മില്യൺ കളേഴ്സിന് വരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. എന്നാൽ അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് പോലുള്ള രശ്മികളെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവില്ലതാണ്. കണ്ണ് ഒരു ഇമേജ് പ്രോസസ്സ് ചെയ്തെടുക്കാനെടുക്കുന്ന സമയം 13 മില്ലി സെക്കൻഡാണ്. കണ്ണിൽ 2 മില്യണിലധികം ഭാഗങ്ങളുണ്ട്. അവ നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ സങ്കീർണമായ അവയവമാണ് കണ്ണ്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൻ്റെ 50% ഉപയോഗിക്കുന്നത് കണ്ണിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആക്റ്റീവായ മസിലുകൾ സ്ഥിതി ചെയ്യുന്നത് കണ്ണിലാണ്. ഒരു മനുഷ്യൻ മണിക്കൂറിൽ 900 മുതൽ 1200 തവണ വരെ കണ്ണുകൾ ചിമ്മുന്നുണ്ട്. ഒരു ദിവസത്തെ കണക്കെടുത്താൽ ഉറങ്ങുന്ന 8 മണിക്കൂർ ഒഴിച്ചാൽ ബാക്കി 14 മണിക്കൂറിൽ 14,400 മുതൽ 19,200 തവണ വരെയാണ്. സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ തവണ കണ്ണുകൾ ചിമ്മുന്നത്. ഒരു തവണ കണ്ണ് ചിമ്മാനായി എടുക്കുന്ന സമയം എന്നത് ഒരു സെക്കൻഡിൻ്റെ 10-1 ഭാഗമാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ 24 ബില്യണിലധികം ചിത്രങ്ങൾ കാണുന്നുണ്ട്. മനുഷ്യനേത്രങ്ങൾ ഒരു മണിക്കൂറിൽ 36,000 ദൃശ്യവിവരങ്ങൾ ശേഖരിക്കുന്നു. കണ്ണിൽ 100 മില്യൺ റോഡ് സെല്ലുകളും 7 മില്യൺ കോൺ സെല്ലുകളും ഉണ്ട്. റോഡ് സെല്ലുകൾ ഇരുട്ടിലുള്ള കാഴ്ചയെയും കോൺ സെല്ലുകൾ കളർ തിരിച്ചറിയാനും വിശദമായ കാഴ്ചയ്ക്കും സഹായിക്കുന്നു. മറ്റു കളറുകളേക്കാൾ കൂടുതൽ പച്ചയുടെ ഷെയ്ഡുകൾ നമുക്ക് തിരിച്ചറിയാനാകും. അതുപോലെ ഗ്രേയുടെ 500 ഷെയ്ഡുകൾ തിരിച്ചറിയാനും സാധിക്കും. ചുവപ്പ്, മഞ്ഞ പോലുള്ള നിറങ്ങൾ അധിക സമയം ശ്രദ്ധിച്ചാൽ കണ്ണിന് ഇറിറ്റേഷൻ അനുഭവപ്പെടുന്നു. നമ്മുടെ കണ്ണിന് 28 ഗ്രാം ഭാരമുണ്ട്. കണ്ണിൻ്റെ 1/6 ഭാഗം മാത്രമേ നമുക്ക് പുറത്തേക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഐറിസ്. ഐറിസാണ് കണ്ണിന് നിറം നൽകുന്നത്. ഐറിസിന് 256 തനത് സവിശേഷതകളുണ്ട്. ഓരോ ഐറിസിനും യൂണിക് പാറ്റേൺ ഓഫ് റിഡ്ജസ് ആൻഡ് ഫോൾഡ്സ് ഉണ്ട്. അതായത് അതിൽ കാണുന്ന മടക്കുകളും വരമ്പുകളും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ്, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ. അതുകൊണ്ടാണ് അംഗീകൃത രേഖകളിൽ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷനായി നമ്മുടെ കണ്ണുകളും ഉൾപ്പെടുത്തുന്നത്. കണ്ണിൽ പതിക്കുന്ന തീക്ഷ്ണപ്രകാശത്തെ ആവശ്യാനുസരണം റെറ്റിനയിലേക്ക് കടത്തിവിടുക, റെറ്റിനയ്ക്ക് ദോഷകരമാകാത്ത രീതിയിൽ പ്രകാശത്തെ നിയന്ത്രിക്കുക എന്നിവയാണ് ഐറിസിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. സത്യത്തിൽ ഐറിസാണ് റെറ്റിനയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ പ്രധാനി. ഐറിസിലുള്ള മെലാനിൻ എന്ന പിഗ്മെൻ്റാണ് അധിക പ്രകാശത്തെ കടത്തിവിടാതെ തടയുന്നത്. ഐറിസിലെ മെലാനിനാണ് കണ്ണുകൾക്ക് നിറം നൽകുന്നതും. ഈ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക് ബ്രൗൺ കളർ കണ്ണുകളാണുള്ളത്. അവരുടെ കണ്ണുകളിൽ മെലാനിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അവ നാച്ചുറലായി സൂര്യരശ്മികളിൽ നിന്ന് കണ്ണിന് പ്രൊട്ടക്ഷൻ നൽകുന്നു. എന്നാൽ ഏറ്റവും കുറവ് കാണപ്പെടുന്നത് പച്ചനിറമാണ്. ലോക ജനസംഖ്യയുടെ 2% ആളുകളിൽ മാത്രമേ പച്ചനിറത്തിലുള്ള കണ്ണുകൾ കാണപ്പെടുന്നുള്ളൂ. പച്ച, നീല തുടങ്ങിയ കണ്ണുകൾ ഉള്ളവരിൽ അധിക പ്രകാശത്തെ തടയാൻ ആവശ്യമായ മെലാനിൻ അടങ്ങിയിട്ടില്ല. അപൂർവമായി വയലറ്റ് നിറത്തിലുള്ള കണ്ണുകൾ ചിലരിൽ കാണാറുണ്ട്. ആൽബിനിസം എന്നറിയപ്പെടുന്ന ഒരു ജനിതക വൈകല്യമാണിത്. ഇവരിൽ മെലാനിൻ്റെ ഉൽപ്പാദനം വളരെ കുറവായിരിക്കും. ഇതൊരു ആജീവനാന്ത അവസ്ഥയാണ്. പ്രായത്തിനനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതുപോലെ 2 കണ്ണിൻ്റെയും ഐറിസ് വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ഹെറ്ററോക്രോമിയ. ഗർഭസ്ഥ ശിശുവിന് 2 ആഴ്ച പ്രായമാകുമ്പോൾ മുതൽ ശരീരത്തിൽ കണ്ണിൻ്റെ രൂപീകരണം ആരംഭിക്കുന്നു. കുഞ്ഞിൻ്റെ ജനനം അടുക്കുന്നതോടെ പൂർണ്ണ വളർച്ചയെത്തുന്ന കണ്ണുകൾക്ക് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം വരെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കുഞ്ഞുങ്ങളിൽ സാധാരണയായി കാഴ്ചശക്തി 8 മുതൽ 10 ഇഞ്ച് വരെ ദൂരത്തിൽ മാത്രമായിരിക്കും. കണ്ണിലെത്തുന്ന പൊടിപടലങ്ങളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കുന്ന ഒരു ഘടകമാണ് കണ്ണുനീർ. അവ ഒരുതരം എൻസൈമാണ്. അഴുക്കിനെ കഴുകിമാറ്റി കണ്ണിനെ സംരക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ധർമ്മം. അതുകൊണ്ടാണ് കണ്ണിൽ എന്തെങ്കിലും വീണാൽ ഉടനെ കണ്ണുനീർ രൂപപ്പെടുന്നത്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ കണ്ണുനീർ ഉൽപ്പാദനം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നവജാത ശിശുക്കൾ ഒരുപാട് കരയുമെങ്കിലും കണ്ണുനീർ ഉണ്ടാകാത്തത്. കുട്ടികൾക്ക് 6 ആഴ്ച പ്രായമാകുമ്പോൾ മുതലാണ് അവരിൽ കണ്ണുനീരിൻ്റെ ഉൽപ്പാദനം ആരംഭിക്കുന്നത്. അവ കണ്ണിന് സംരക്ഷണം നൽകുന്നു. എന്നാൽ സന്തോഷം, സങ്കടം, ടെൻഷൻ എന്നീ അവസ്ഥകളിൽ നാം കരയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്നും ശാസ്ത്രലോകത്തിന് കണ്ടെത്താനായിട്ടില്ല. ഗ്രാവിറ്റിയുടെ അഭാവം മൂലം ബഹിരാകാശ സഞ്ചാരികൾക്ക് കരയാൻ കഴിയാറില്ല.
കണ്ണുനീർ പോലെ കണ്ണിന് സംരക്ഷണം തരുന്നവയാണ് കൺപീലികളും പുരികങ്ങളും. നമ്മുടെ കൺപീലികൾ പൊടിയിൽ നിന്നും അഴുക്കിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നു. അവ ഓരോ 5 മാസം കൂടുമ്പോഴും പഴയത് പൊഴിഞ്ഞ് പുതിയത് രൂപപ്പെടുന്നു. കൺപീലികളുടെ വളർച്ച തലമുടിയേക്കാൾ വേഗത്തിലാണ്. അതുപോലെ നമ്മുടെ പുരികങ്ങൾ നെറ്റിയിലെ വിയർപ്പിനെ കണ്ണിലേക്ക് വീഴുന്നതിൽ നിന്ന് തടയുന്നു. കണ്ണിലെ കോർണിയയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. ശരീരത്തിൽ രക്തം എത്തിച്ചേരാത്ത ഒരേയൊരു ഭാഗം കോർണിയയാണ്. കോർണിയയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് ഇതിനു കാരണം. കാഴ്ചയ്ക്ക് തകരാറ് സംഭവിക്കുന്നവരിൽ കോർണിയ മാറ്റിവെക്കൽ സർവ്വസാധാരണമാണ്. എന്നാൽ ഐബോൾ മാറ്റിവെക്കാൻ സാധ്യമല്ല. ഐബോളിന് ഒരുപാട് കണക്ഷൻ പോയിന്റുകൾ ഉണ്ടെന്നതാണ് ഇതിനു കാരണം. മനുഷ്യനോട് സാദൃശ്യമുള്ളതിനാൽ ഷാർക്കിൻ്റെ കണ്ണുകൾ മനുഷ്യ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ലോകത്തിൽ 39 മില്യൺ ആളുകൾ കാഴ്ചയില്ലാത്തവരായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രായമാകുമ്പോൾ എല്ലാവരിലും വരുന്നൊരു അവസ്ഥയാണ് തിമിരം. പുകവലി ശീലമാക്കിയവരിൽ 4 ഇരട്ടി വേഗത്തിൽ കാഴ്ചശക്തി കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ്. സാധാരണയായി സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരിലാണ് ഇത് കണ്ടുവരുന്നത്. പുരുഷന്മാരിൽ 12 പേരിൽ ഒരാൾക്ക് ഈ അവസ്ഥയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണക്കാരായ ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് X ക്രോമസോമിലാണ് എന്നതാണ് ഇതിനു കാരണം. പുരുഷന്മാരിൽ ഒരു X ക്രോമസോമും സ്ത്രീകൾക്ക് 2 എണ്ണവുമാണുള്ളത്. ആയതിനാൽ സ്ത്രീകളിൽ ഒരു X ക്രോമസോമിലെ ജീൻ പ്രവർത്തനരഹിതമായാലും രണ്ടാമത്തേതിലെ ജീൻ കാഴ്ചയെ സഹായിക്കുന്നു. നമ്മുടെ 80% കാഴ്ച പ്രശ്നങ്ങളും ഒഴിവാക്കാവുന്നവയാണ്, അല്ലെങ്കിൽ ഭേദമാക്കാവുന്നവയാണ്. ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെപ്പോലെ കണ്ണിനും സൂര്യാഘാതം സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കരുതെന്ന് പറയുന്നത്. വെയിലുള്ള സമയത്ത് പുറത്തിറങ്ങുന്നവർ പ്രൊട്ടക്ഷന് വേണ്ടി സൺഗ്ലാസസ് ധരിക്കുന്നത് നല്ലതാണ്. നാം തലതിരിഞ്ഞ് ഇമേജ് രൂപപ്പെടുന്ന രീതിയിൽ ഗ്ലാസ് ധരിച്ചാൽ നമ്മുടെ ബ്രെയിൻ കുറച്ച് ദിവസത്തിനുള്ളിൽ ആ ഇമേജിനെ കറക്റ്റ് ചെയ്യുന്നു. അധിക സമയം കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവരിൽ കണ്ണിന് ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ കണ്ണുകൾ ചിമ്മുന്നത് കുറയുന്നതാണ് ഇതിനു കാരണം. ഈവിൾ ഐ എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾക്ക് ദൃഷ്ടി മൂലം നാശം സംഭവിക്കുക എന്നതാണ് ഈവിൾ ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ണു തട്ടുക എന്ന് പഴമക്കാർ ഇതിനെ പറഞ്ഞു പോന്നിരുന്നു. ഈവിൾ ഐ ലോക്കറ്റുകളും മോതിരങ്ങളുമെല്ലാം ആ നെഗറ്റീവ് എനർജിയെ തടയുമെന്നും ഭാഗ്യം കൊണ്ടുവരുമെന്നും പുരാതന ഗ്രീക്കുകാരും റോമക്കാരും വിശ്വസിച്ചിരുന്നു. ഇന്ന് അത് ലോകത്തെല്ലായിടത്തും പ്രചാരത്തിലെത്തിയിരിക്കുന്നു. ഇനി മറ്റു മൃഗങ്ങളിൽ കണ്ടുവരുന്ന പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ലോകത്തിൽ 95% ജീവികൾക്ക് മാത്രമേ കണ്ണുകളുള്ളൂ. ഹിമക്കരടികൾക്ക് 3 കൺപോളകളുണ്ട്. അത് അവയെ അൾട്രാവയലറ്റ് രശ്മികളെ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്നു. ഒട്ടകങ്ങൾക്ക് 2 കൺപോളകളുണ്ട്. അത് മരുഭൂമിയിലെ ശക്തമായ മണൽക്കാറ്റിൽ നിന്ന് അവയുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നു. ഡോഗ്സിന് ചുവപ്പും പച്ചയും നിറങ്ങൾ തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഓസ്ട്രിച്ച് അഥവാ ഒട്ടകപക്ഷിയുടെ കണ്ണ് അവയുടെ ബ്രെയിനേക്കാൾ വലുതാണ്. അതിന് മനുഷ്യൻ്റെ കണ്ണിൻ്റെ 5 മടങ്ങ് വലുപ്പമുണ്ട്. ആടിന് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കൃഷ്ണമണിയാണുള്ളത്. അത് അതിനെ ചുറ്റുമുള്ളവയെ നിരീക്ഷിക്കാനും വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കുന്നു. ഡോൾഫിനുകൾക്ക് 1 കണ്ണ് തുറന്നുറങ്ങാനുള്ള കഴിവുണ്ട്. മാത്രമല്ല 2 കണ്ണുകളും വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിക്കാനും അവയ്ക്ക് സാധിക്കും. ഇതുമൂലം 2 വ്യത്യസ്ത ഇമേജുകൾ ഒരേ സമയം അവയ്ക്ക് ലഭിക്കുന്നു. ഗോൾഡ് ഫിഷിന് കൺപോളകളില്ല. അതിനാൽ ബ്രൈറ്റ് ലൈറ്റ് അവയ്ക്ക് ദോഷം ചെയ്യുന്നു. അവ കാഴ്ചകൾക്കനുസരിച്ച് പ്രതികരിക്കുന്നു. കൂടാതെ അവർക്ക് തീറ്റ നൽകുന്നവരെ തിരിച്ചറിയാനും അവയ്ക്ക് സാധിക്കുന്നു. ലോകത്തിൽ ഏറ്റവും വലിയ കണ്ണുകളുള്ളത് കൊളോസൽ സ്ക്വിഡ് എന്ന ജീവിയിലാണ്. 27 സെൻറ്റിമീറ്ററാണ് അവയുടെ കണ്ണിൻ്റെ വ്യാസം. കണ്ണിൻ്റെ പ്രത്യേകതകൾ ഇനിയും ഏറെയുണ്ട്. അതിൻ്റെ പ്രാധാന്യവും അത്രത്തോളമാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ണി എന്ന് വിളിക്കുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ.